നമസ്കാരം, ബിജൂസ് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല, എനിക്കറിയാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ്, സെയിൽസ്മാൻ, പിന്നെ HSA നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, ഇംഗ്ലീഷ്, ഹിന്ദി, നിങ്ങളെ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, മറക്കണ്ട കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് സ്ഥിരം നമ്മൾ പറയുന്ന പോലെ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ പറഞ്ഞു വരുന്ന സംഭവമുണ്ട്. ഒരു 2 ചോദ്യം സാംസ്കാരികവുമായിട്ട് ബന്ധപ്പെട്ട്, അത് തന്നെ ഇന്നും ആകാം. ഓക്കെ, ഇന്നത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇന്നത്തെ ചോദ്യം, ചുവടെ കൊടുക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഫാക്റ്റുകൾ തന്നെയാണ്. ആദ്യ ഫാക്റ്റ് ഞാൻ വായിക്കാം. പി സുരേന്ദ്രനാഥ് രചിച്ച നമ്പൂരിയച്ഛനും മന്ത്രവും എന്ന പുസ്തകമാണ് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആദ്യം പ്രസിദ്ധീകരിച്ചത്. പി സുരേന്ദ്രനാഥ് രചിച്ച നമ്പൂരിയച്ഛനും മന്ത്രവും എന്ന പുസ്തകമാണ് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആദ്യം പ്രസിദ്ധീകരിച്ചത്. ഇനി രണ്ടാമത്തെ ഫാക്ട്, സംഗീതവും നൃത്തവും അഭ്യസിപ്പിക്കുന്നതിന് വേണ്ടി ചെമ്പുകാവ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ജവഹർ ബാലഭവൻ. സംഗീതവും നൃത്തവും അഭ്യസിപ്പിക്കുന്നതിന് വേണ്ടി ചെമ്പുകാവ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ജവഹർ ബാലഭവൻ. കൊണ്ടോട്ടി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മാപ്പിള കലാ അക്കാദമിയാണ് മൊയ്യൻകുട്ടി സ്മാരകം. അത് മൂന്നാമത്തെ ഫാക്റ്റാണ്. കൊണ്ടോട്ടി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മാപ്പിള കലാ അക്കാദമിയാണ് മൊയ്യൻകുട്ടി സ്മാരകം. ഇനി നാലാമത്തെ ഫാക്റ്റിലേക്ക് വരികയാണെങ്കിൽ, തിരുവനന്തപുരത്ത് ജഗതിയിൽ പ്രവർത്തിക്കുന്ന ഉള്ളൂർ സ്മാരകം 1955 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആണ് ഉദ്ഘാടനം ചെയ്തത്. നാലാമത്തെ ഫാക്ട്, തിരുവനന്തപുരത്ത് ജഗതിയിൽ പ്രവർത്തിക്കുന്ന ഉള്ളൂർ സ്മാരകം 1955 ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത്. ഇതാണ് 4 ഫാക്റ്റുകൾ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഇവയെല്ലാം ശരിയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ സാധാരണ അത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ ഓപ്ഷൻസ് ഇങ്ങനെയാണ്. 1ഉം 2ഉം ശരിയാണ്, 2ഉം 3ഉം 4ഉം ശരിയാണ്, 1ഉം 2ഉം 4ഉം ശരിയാണ്. ഇങ്ങനെ ഇവയെല്ലാം ശരിയാണ്. ഇതാണ് അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 4ാമത്തെ ഓപ്ഷനാണ് ആൻസർ, ഇവയെല്ലാം ശരിയാണ്. അപ്പോൾ ഇവയെല്ലാം ശരിയായതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നുകൂടി വായിക്കാം. ഏതൊക്കെയാ? പി സുരേന്ദ്രനാഥ് രചിച്ച നമ്പൂരിയച്ഛനും മന്ത്രവും എന്ന പുസ്തകമാണ് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആദ്യം പ്രസിദ്ധീകരിച്ചത്. അത് ശരിയാണ്. അടുത്തത്, സംഗീതവും നൃത്തവും അഭ്യസിപ്പിക്കുന്നതിന് വേണ്ടി ചെമ്പുകാവ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ജവഹർ ബാലഭവൻ. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നൊരു സംശയം വരാം. കാരണം ജവഹർ ബാലഭവൻ എവിടെയുണ്ട്? തിരുവനന്തപുരത്തുമുണ്ട്. തിരുവനന്തപുരത്ത് കവടിയാറിനും വെള്ളയമ്പലത്തിനും ഇടയ്ക്കായിട്ട് ജവഹർ ബാലഭവനുണ്ട്. അതും കുട്ടികളുടെ സാഹിത്യവാസനകളും കലാവാസനകളും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ജവഹർ ബാലഭവൻ. ഇത് ചെമ്പുകാവ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അടുത്തത്, കൊണ്ടോട്ടി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മാപ്പിള കലാ അക്കാദമിയാണ് മൊയ്യൻകുട്ടി സ്മാരകം. അതും ശരിയാണ്. അടുത്തതോ, തിരുവനന്തപുരത്ത് ജഗതിയിൽ പ്രവർത്തിക്കുന്ന ഉള്ളൂർ സ്മാരകം. തിരുവനന്തപുരത്ത് ജഗതിയിലാണ് ഉള്ളൂർ സ്മാരകം. അത് 1955 ഉദ്ഘാടനം ചെയ്തത്. ആരാ ഉദ്ഘാടനം ചെയ്തത്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ആ ഫാക്റ്റും ശരിയാണ്. അതാ പറഞ്ഞത് 4ഉം ശരിയാണ്. ഇനിയിപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 2 ചോദ്യമാണല്ലോ നമ്മുടെ കണക്ക്, ഇല്ലേ? കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര്? നമ്മുടെ കേരളത്തിലെ മന്ത്രിമാരെ കുറിച്ച് ഈ അടുത്ത കാലത്ത് നടന്ന PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ ധാരാളം കണ്ടു. അപ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഓപ്ഷൻസ്: വി ശിവൻകുട്ടി, സജി ചെറിയാൻ, PA റിയാസ്, K രാജൻ. ഇതാണ് ഓപ്ഷൻ. ഒന്നുകൂടി പറയാം: വി ശിവൻകുട്ടി, സജി ചെറിയാൻ, PA റിയാസ്, K രാജൻ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സജി ചെറിയാൻ. ഓപ്ഷൻ ബി, സജി ചെറിയാൻ. ഇത് രണ്ടുമാണ് ഇന്നത്തെ ചോദ്യ ഉത്തര പന്തി എന്ന് പറയാം, അല്ലേ? അപ്പോൾ ഞാൻ സ്ഥിരം ഉള്ള ഭാഗത്തേക്ക് പോകാമല്ലോ. നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ഏതാണ്? നവോത്ഥാനമാണ്. കേരളത്തിലെ നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇന്ന് ഞാൻ കേരളത്തിലെ നവോത്ഥാന നായികമാരെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കേരളത്തിലെ നവോത്ഥാന നായികമാരെ കുറിച്ച് പറയാമെന്ന് തുടങ്ങാമല്ലോ നമുക്ക്. അപ്പോൾ കേരളത്തിലെ നവോത്ഥാന നായികമാർ, ഞാൻ ആദ്യമായി പറയുന്നത് കുട്ടിമാളു അമ്മയെക്കുറിച്ചാണ്. കുട്ടിമാളു അമ്മ നവോത്ഥാന നായിക എന്നതിനേക്കാൾ നമുക്ക് പറയാവുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തക, ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന രീതിയിലാണ് കുട്ടിമാളു അമ്മയെ പ്രധാനമായും പറയാവുന്നത്.
കാരണം മലബാറിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് നേതൃത്വം കൊടുത്ത വനിതയാണ്. മലബാറിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് നേതൃത്വം കൊടുത്ത വനിതയാണ് കുട്ടിമാളു അമ്മ. ഇനി അതുപോലെ 1930 കോഴിക്കോട് വിദേശ വസ്ത്രശാലകൾ അടപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിത. കോഴിക്കോട് 1930 വിദേശ വസ്ത്രശാലകൾ അടപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിതയാണ് കുട്ടിമാളു അമ്മ. അപ്പോൾ 2 ഫാക്റ്റുകളാണ് കുട്ടിമാളു അമ്മയെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. മലബാറിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് നേതൃത്വം കൊടുത്ത വനിതയാണ് കുട്ടിമാളു അമ്മ. അപ്പോൾ ആ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മലബാറിൽ നമ്മുടെ കോഴിക്കോട് വിദേശ വസ്ത്രശാലകൾ അടപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം കുട്ടിമാളു അമ്മയെക്കുറിച്ച് ഓർക്കണം. PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായി കാണുന്നൊരു ചോദ്യമാണത്. ഇതാണ് സംഭവം. 2 മാസം പ്രായമുള്ള കുഞ്ഞുമായി നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത വനിതയാര്? പങ്കെടുക്കുക മാത്രമല്ല, പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിച്ചു. അത് കുട്ടിമാളു അമ്മയാണ്. 2 മാസം പ്രായമുള്ള കുഞ്ഞുമായി നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്ത വനിതയാണ് കുട്ടിമാളു അമ്മ. അപ്പോൾ കുട്ടിമാളു അമ്മയെക്കുറിച്ച് മറക്കണ്ട. ഇനി അടുത്തൊരു ഫാക്റ്റിലേക്ക് വരാം. കുട്ടിമാളു അമ്മ മദ്രാസ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മലബാറിൽ ആണ് അവരുടെ പ്രവർത്തന മണ്ഡലം. മലബാറാണ്. മലബാർ എന്ന് പറയുന്നത് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമാണ്. അപ്പോൾ ആ മലബാറിൽ മദ്രാസ് അസംബ്ലിയിലേക്ക് മലബാറിൽ നിന്ന് ആര് തിരഞ്ഞെടുക്കപ്പെട്ടു? കുട്ടിമാളു അമ്മ തിരഞ്ഞെടുക്കപ്പെട്ടു 1936. 1936 മദ്രാസ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിതയാണ് കുട്ടിമാളു അമ്മ. അതുപോലെ നമ്മുടെ KPCCയുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി പ്രവർത്തിച്ചിട്ടുണ്ട് 1944. 1944 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി പ്രവർത്തിച്ച വനിതയും കുട്ടിമാളു അമ്മയാണ്. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ട് സാധാരണ കുട്ടിമാളു അമ്മയെക്കുറിച്ച് നമ്മുടെ PSC ചോദിക്കുന്ന കാര്യം. അപ്പോൾ അടുത്തൊരു വനിതയെക്കുറിച്ച് ഞാൻ പറയുന്നത് അക്കാമ്മ ചെറിയാനെ കുറിച്ചാണ്. അക്കാമ്മ ചെറിയാൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 10th ലെവൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അക്കാമ്മ ചെറിയാനെ കുറിച്ച് ചോദിച്ച ചോദ്യം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം നമുക്ക്. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആര്? ഝാൻസി ഓഫ് ട്രാവൻകൂർ. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കാമ്മ ചെറിയാനാണ്. തിരുവിതാംകൂറിലെ ഝാൻസി എന്നറിയപ്പെടുന്നു അക്കാമ്മ ചെറിയാൻ. അപ്പോൾ ആരാണ് നമ്മുടെ അക്കാമ്മ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി എന്ന് വിശേഷിപ്പിച്ചത്? അക്കാമ്മ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അക്കാമ്മ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി, ഝാൻസി എന്ന് വിശേഷിപ്പിച്ചു. അക്കാമ്മ ചെറിയാനെ വിശേഷിപ്പിച്ചത് ആരാന്ന് പറഞ്ഞു? ഗാന്ധിജിയാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. അതുപോലെ കേരളത്തിൻ്റെ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നു ആര് തന്നെയാണ്? അക്കാമ്മ ചെറിയാൻ തന്നെയാണ്. കേരളത്തിൻ്റെ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നു അക്കാമ്മ ചെറിയാൻ. ഇനി അക്കാമ്മ ചെറിയാനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി നമുക്ക് ഓർക്കേണ്ട മറ്റൊരു സംഭവം രാജധാനി മാർച്ചാണ്. 1938 നമ്മുടെ ഉത്തരവാദിത്വ ഭരണ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സംഘടിപ്പിച്ച ഉത്തരവാദിത്വ ഭരണ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ നിന്ന് കവടിയാറിലാണ് അക്കാലത്ത് രാജകൊട്ടാരം. അപ്പോൾ തമ്പാനൂരിൽ നിന്ന് കവടിയാറിലേക്ക് രാജധാനി മാർച്ചിന് നേതൃത്വം കൊടുത്തു അക്കാമ്മ ചെറിയാൻ. 1938 രാജധാനി മാർച്ചിന് നേതൃത്വം കൊടുത്തത് അക്കാമ്മ ചെറിയാനാണ്. രാജധാനി മാർച്ച്. പിന്നെ അതുപോലെ പിന്നീട് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട് 1947. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് ഈ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു അക്കാമ്മ ചെറിയാൻ. 1947 കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് തിരുവിതാംകൂർ നിയമസഭയിലേക്ക് തിരുവിതാംകൂർ അസംബ്ലിയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് അക്കാമ്മ ചെറിയാനാണ്. ഇനി അക്കാമ്മ ചെറിയാൻ രൂപീകരിച്ച ഒരു സ്ത്രീ സന്നദ്ധ സംഘടനയുണ്ട്. സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സ്ത്രീ സന്നദ്ധ സംഘടന അക്കാമ്മ ചെറിയാൻ രൂപീകരിച്ചു. അക്കാമ്മ ചെറിയാൻ രൂപീകരിച്ച ആ സ്ത്രീ സന്നദ്ധ സംഘടനയുടെ പേര് ദേശസേവികാ സംഘമാണ്. അപ്പോൾ ദേശസേവികാ സംഘം എന്ന സ്ത്രീ സന്നദ്ധ സംഘടന രൂപീകരിച്ചത് അക്കാമ്മ ചെറിയാനാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ അക്കാമ്മ ചെറിയാനെ കുറിച്ച് പറഞ്ഞത്? അക്കാമ്മ ചെറിയാൻ തിരുവിതാംകൂറിലെ ഝാൻസി എന്നറിയപ്പെടുന്നു, ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നു,
ഇനി 1938 രാജധാനി മാർച്ചിന് നേതൃത്വം കൊടുത്തത് അക്കാമ ചെറിയാനാണ്. പിന്നെ രാജധാനി മാർച്ച് എന്നതിന് വേണ്ടിയായിരുന്നു തിരുവിതാംകൂറിൽ ഉത്തരവാദിത്വ ഭരണം നേടിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയ ഉത്തരവാദിത്വ ഭരണ പ്രക്ഷോഭം, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് നടത്തിയ ഉത്തരവാദിത്വ ഭരണ പ്രക്ഷോഭം. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അക്കാമ ചെറിയാൻ രാജധാനി മാർച്ചിന് നേതൃത്വം കൊടുത്തത്. പിന്നെ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് അക്കാമ ചെറിയാനാണ് 1947. പിന്നെ അക്കാമ ചെറിയാൻ രൂപീകരിച്ച ഒരു സ്ത്രീ സന്നദ്ധ സംഘടനയുടെ പേര് ഞാൻ പറയുകയുണ്ടായി. അതേതാണ്, അത് ദേശസേവികാ സംഘമാണ്. ദേശസേവികാ സംഘം രൂപീകരിച്ച അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാൻ്റെ ഒരു ആത്മകഥയുണ്ട്. അക്കാമ ചെറിയാൻ്റെ ആത്മകഥയുടെ പേരാണ് പ്രിസണർ 1114 കഥ. അക്കാമ ചെറിയാൻ്റെ ആത്മകഥയാണ് പ്രിസണർ 1114 കഥ. ഇനി അക്കാമ ചെറിയാൻ്റെ ജീവചരിത്രം അക്കാമ ചെറിയാൻ എന്ന പേരിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അക്കാമ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് പാർവതി ദേവിയാണ്. അക്കാമ ചെറിയാൻ എന്ന പുസ്തകം എഴുതി പാർവതി ദേവി. അപ്പോൾ അക്കാമ ചെറിയാൻ തന്നെ എഴുതിയ പുസ്തകമാണ് എന്താണ്, പ്രിസണർ 1114 എന്ന് മാത്രമല്ല 1114 കഥ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അക്കാമ ചെറിയാനുമായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഞാൻ അടുത്ത് പറയുന്നത് ആനി മസ്ക്രിനെ കുറിച്ചാണ്. ആനി മസ്ക്രിൻ നമ്മളിപ്പോൾ തിരുവിതാംകൂറിലെ ചാൻസി എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്, അക്കാമ ചെറിയാനല്ലേ. എന്നാൽ കേരളത്തിലെ ചാൻസി റാണിയാണ്. കേരളത്തിലെ ചാൻസി റാണി എന്നറിയപ്പെടുന്ന വെച്ചാൽ അത് ആനി മസ്ക്രിനാണ്, കേരളത്തിൻ്റെ ചാൻസി റാണി. അപ്പോൾ മറ്റത് തിരുവിതാംകൂറിലെ ചാൻസിയാണ് അക്കാമ ചെറിയാനെങ്കിൽ കേരളത്തിൻ്റെ ചാൻസി റാണി എന്നറിയപ്പെടുന്നത് ആനി മസ്ക്രിനാണ്. അപ്പോൾ അവർ ശരിക്കും നമ്മുടെ ഭരണഘടന നിർമ്മാണ സമിതിയിലേക്ക്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് തിരുവിതാംകൂറിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏക വനിതയാണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക്, ഭരണഘടന നിർമ്മാണ സമിതിയിലേക്ക് തിരുവിതാംകൂറിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏക വനിത എന്ന് പറയുന്നത് നമ്മുടെ ആനി മസ്ക്രിനാണ്. 3 മലയാളി വനിതകൾ ഉണ്ടായിരുന്നു. അതിൽ തിരുവിതാംകൂറിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വനിത എന്ന് പറയുന്നത് ആരാണ്, ആനി മസ്ക്രിനാണ്. പിന്നെ ലോക്സഭാ അംഗമായ ആദ്യ മലയാളി വനിത, എന്ന് പറയുന്നതും ആര് തന്നെയാണ്, നമ്മുടെ ആനി മസ്ക്രിൻ തന്നെയാണ്, ലോക്സഭാ അംഗമായ ആദ്യ മലയാളി വനിത. പിന്നെ അതുപോലെ നമ്മുടെ തിരുവിതാംകൂറും കൊച്ചിയും കൂടെ ചേർത്തിട്ട് തിരുകൊച്ചി സംസ്ഥാനം ഉണ്ടായല്ലോ, കേരളം ഉണ്ടാകുന്നതിന് മുമ്പ്. തിരുകൊച്ചി സംസ്ഥാനം, ആദ്യം തിരുവിതാംകൂർ, പിന്നെ കൊച്ചി, പിന്നെ തിരുകൊച്ചി, പിന്നെ കേരളം. ഇങ്ങനെയാണ് കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട് വന്നത്. അപ്പോൾ അതിൽ തിരുകൊച്ചി സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ അവിടുത്തെ ആദ്യത്തെ വനിതാ മന്ത്രി എന്ന് പറയുന്നത് ആനി മസ്ക്രിനാണ്. തിരുകൊച്ചി സംസ്ഥാനത്തിലെ ആദ്യ വനിതാ മന്ത്രി അതാര് തന്നെയാണ്, അത് നമ്മുടെ ആനി മസ്ക്രിൻ തന്നെയാണ്. അപ്പോൾ ആനി മസ്ക്രിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്, കേരളത്തിൻ്റെ ചാൻസി റാണി എന്നറിയപ്പെടുന്ന ആനി മസ്ക്രിനാണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ തിരുവിതാംകൂറിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട തിരുവിതാംകൂറിൽ അംഗമായ ഏക വനിതയാണ്. പിന്നെ ലോക്സഭാ അംഗമായ ആദ്യത്തെ മലയാളി വനിതയാണ്. അക്കാമ ചെറിയാൻ. തിരുകൊച്ചി സംസ്ഥാനത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രിയാണ് അക്കാമ ചെറിയാൻ. ഒരെണ്ണം കൂടി പറയാം അല്ലേ, ഏതാണ്, നമ്മുടെ ആര്യാപ്പള്ളം. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത് ആര്യാപ്പള്ളമാണ്. 1947 പാലിയം സത്യാഗ്രഹം. പാലിയത്തച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിന് സമീപത്തു കൂടിയുള്ള റോഡുകളിലൂടി നടക്കാൻ വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടി നടത്തിയൊരു സമരമാണ് പാലിയം സത്യാഗ്രഹം. ആ പാലിയം സത്യാഗ്രഹത്തിൽ നമ്പൂതിരി സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ടൊരു ജാഥ നടന്നു. ആ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തത് ആര്യാപ്പള്ളമാണ്. അതുപോലെ നമ്മുടെ ഈ കല്ലുമാല സമരത്തിലും ആര് പങ്കെടുക്കുകയുണ്ടായി, ആര്യാപ്പള്ളം പങ്കെടുക്കുകയുണ്ടായി. കല്ലുമാല സമരത്തിൽ പങ്കെടുത്തൊരു വനിത കൂടിയാണ് ആര്യാപ്പള്ളം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ കാതുമുറി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തു. നമ്മുടെ VT ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളുണ്ടല്ലോ, അതിൽ പലതിലും VTയോടൊപ്പം ആരുണ്ടായിരുന്നു, ആര്യാപ്പള്ളം ഉണ്ടായിരുന്നു. അതായത് കാതുമുറി പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ അതിനെ നേതൃത്വം കൊടുക്കാൻ ആരുണ്ടായിരുന്നു, ആര്യാപ്പള്ളം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ VT ഭട്ടതിരിപ്പാടിൻ്റെ ഒരു പ്രസംഗം കഴിഞ്ഞ് VT ഇറങ്ങുന്ന സമയത്ത് ഈ ആര്യാപ്പള്ളവും സംഘവും മറക്കുട ബഹിഷ്കരിച്ചു, ഹോഷ ബഹിഷ്കരണത്തിന് നേതൃത്വം കൊടുത്തു. അപ്പോൾ ഹോഷ ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വനിതകളിൽ ഒരാൾ ആര്യാപ്പള്ളമാണ്. അപ്പോൾ
അപ്പോൾ ഇനി ഒരാളാരാ, അത് പാർവതി നെന്മണി മംഗലമാണ്. അപ്പോൾ ഘോഷാബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായിക എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടുപേരുടെ പേര് പറയാൻ പറ്റും. പാർവതി നെന്മണി മംഗലത്തിൻ്റെ പേരും പറയാൻ പറ്റും, ആര്യാപ്പള്ളത്തിൻ്റെ പേരും പറയാൻ പറ്റും. അപ്പോൾ ആര്യാപ്പള്ളത്തിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ, പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ 1947 നയിച്ചത് ആരാണ്? ആര്യാപ്പള്ളമാണ്. പിന്നെ കല്ലുമാല സമരത്തിൽ പങ്കെടുക്കുകയുണ്ടായി ആര്യാപ്പള്ളം. കാതുമുറി പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് ആര്യാപ്പള്ളം. VT പട്ടതിരിപ്പാടിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് മറക്കുട ബഹിഷ്കരണ യാത്രയ്ക്ക് നേതൃത്വം നൽകി. ഘോഷാബഹിഷ്കരണത്തിൽ പങ്കെടുത്തു. അപ്പോൾ ഘോഷാബഹിഷ്കരണത്തിൻ്റെ നേതാവായിട്ട് പൊതുവെ അറിയപ്പെടുന്നത് ആരെയാണ്? പാർവതി നെന്മണി മംഗലത്തെയാണ്. ഈ പാർവതി നെന്മണി മംഗലമാണ് അന്തർജന സമാജം രൂപീകരിച്ചവർ. അന്തർജന സമാജം ഇവരൊക്കെ VTയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വന്നവരാണ്. അന്തർജന സമാജം രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്കുവച്ചൊരു വനിതയാണ് പാർവതി നെന്മണി മംഗലം. എന്താ പറഞ്ഞാൽ അന്തർജന സമാജം രൂപീകരിക്കുന്നതിന് പ്രധാന പങ്കുവച്ച ഒരു വ്യക്തിയാണ് പാർവതി നെന്മണി മംഗലം. പിന്നെ അവരുടെ ഒരു പ്രശസ്തമായ വാചകം കൂടി പറയാൻ, മംഗല്യ സൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമകളല്ല എന്ന് പറഞ്ഞ നവോത്ഥാന നായിക, അത് പാർവതി നെന്മണി മംഗലമാണ്. എന്താണ്? മംഗല്യ സൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമകളല്ല എന്ന് പറഞ്ഞത് പാർവതി നെന്മണി മംഗലമാണ്. അപ്പോൾ ഞാനിപ്പോൾ ആര്യാപ്പള്ളത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് എവിടെ വന്നെത്തി? പാർവതി നെന്മണി മംഗലത്തിൽ വന്നെത്തി അല്ലേ? അപ്പോൾ നമ്മളിന്ന് ആരെയൊക്കെക്കുറിച്ചാണ് പറഞ്ഞത്? പാർവതി നെന്മണി മംഗലത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മുടെ പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം അവിടെ പങ്കെടുത്ത വനിത എന്ന രീതിയിൽ ആര്യാപ്പള്ളത്തിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ആനി മസ്കറിനെ കുറിച്ച് പറഞ്ഞു. അക്കാമ ചെറിയാനെ കുറിച്ച് പറഞ്ഞു. കുട്ടിമാള് ഉമ്മയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. PSC ഇതെല്ലാം തീർച്ചയായും ചോദിക്കുന്ന കാര്യങ്ങളാണ്. അത് നമ്മുടെ PSCയുടെ സെക്രട്ടേറിയറ്റ് ടെസ്റ്റിൻ്റെ പരീക്ഷയ്ക്കാണെങ്കിലും അതുപോലെ HSC സൊസൈറ്റീസ് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഉടൻ തന്നെ HSC നോട്ടിഫിക്കേഷൻ സൊസൈറ്റീസിൻ്റെയും നോട്ടിഫിക്കേഷൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് ആവശ്യമാണ് 10th ലെവലിലുള്ള പരീക്ഷയ്ക്കായാലും 12th ലെവലിലുള്ള പരീക്ഷയ്ക്കായാലും എല്ലാത്തിനും ഈ വനിതകളെക്കുറിച്ചൊക്കെ ചോദിച്ചു കാണാറുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനലിൽ നിന്ന് സ്ഥിരമായിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഞാൻ ഇതിനും കുറച്ചുകൂടി ഡീപ്പായിട്ട് എൻ്റെ കോച്ചിങ് സെൻറ്ററിൽ പഠിപ്പിക്കുന്നുണ്ട്. എനിക്കൊരു കോച്ചിങ് സെൻ്ററുണ്ട്, PhD കോച്ചിങ് സെൻ്ററുണ്ട്. അത് നെയ്യാറ്റിൻകരയിലാണ്. നെയ്യാറ്റിൻകരയിൽ ബിജൂസ് PSC. അവിടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ എല്ലാ സബ്ജക്റ്റുകളും വളരെ ഡീപ്പായി തന്നെ ഏതൊരു പരീക്ഷയ്ക്ക്, ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം അതിലേക്ക് വേണ്ടി ഒരു പുതിയ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ HSAയുടെ എല്ലാ ബാച്ചുകളും തുടങ്ങുന്നുണ്ട്. പക്ഷേ ഞാൻ ആരംഭിച്ചത് 2 ബാച്ചുകളാണ്. HSA നാച്ചുറൽ സയൻസിൻ്റെ ഒരു ബാച്ച് ഇപ്പം ആരംഭിച്ചു. അത് ഒരാഴ്ച ആയതേ ഉള്ളൂ ആരംഭിച്ചിട്ട്. അതുപോലെ HSA ഇംഗ്ലീഷിന് ഒരു ബാച്ച് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും അവിടെ അഡ്മിഷൻ എടുക്കാം. എപ്പോഴും ഓപ്പൺ ആണ് അഡ്മിഷൻ. ഓക്കെ, അടുത്തൊരു നവോത്ഥാന പ്രസ്ഥാനവുമായിട്ട്, നവോത്ഥാന മൂവ്മെൻറ്റുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം.